കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് യോഹന്നാന് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ അതേ വേദഭാഗം തന്നെ അതിൻ്റെ 2-ാം ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. അനേക ആളുകളും ഈ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. പലപ്പോഴും അവർ ചോദിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ചർച്ചിൽ പോകുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ യാതൊരു രൂപാന്തരവും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കാത്തതാണ്. അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, മറിച്ച് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. പലരും റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ചില ചടങ്ങുകളിൽ മാത്രം തൃപ്തിപ്പെടുകയാണ്. ഒരേ പ്രാർത്ഥന തന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക, ഒരു യാന്ത്രികമായ ഒരു ജീവിത രീതിയിലൂടെ കടന്നു പോകുക. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുകയില്ല. ദൈവവചനം നമ്മൾ വായിക്കും, ഒരുപക്ഷെ സന്ധ്യ പ്രാർത്ഥനയിൽ വായിക്കാം, അല്ലെങ്കിൽ രാവിലെ എവിടെയെങ്കിലും നാം പോകുന്ന സമയത്ത് അയ്യോ ഇത് ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ വായിക്കാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ കയറുകയില്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവവചനം പ്രവേശിക്കണമെങ്കിൽ ദൈവവചനത്തിന് നാം വലിയ പ്രാധാന്യം കൊടുത്തേ മതിയാകുള്ളൂ. എന്ന് മാത്രമല്ല, വചനത്തിൻ്റെ സത്യങ്ങളെ നമ്മൾ ഗ്രഹിക്കണം. ഒരു വേദഭാഗം എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നമ്മൾ അതിൻ്റെ മുന്നും പിന്നും അതേപോലെ തന്നെ മറ്റ് വേദഭാഗങ്ങളൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ഇരിക്കാൻ ഇടയായി തീർക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളാണ് നമുക്ക് ആവശ്യം. ഓരോ മനുഷ്യർക്കും ഓരോരോ നിലപാടുണ്ട്. എൻ്റെ നിലപാടായിരിക്കില്ല നിങ്ങളുടെ നിലപാട്. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഐക്യതപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിന്ന് ദൈവത്തോട് സംസാരിക്കുവാനും നമുക്കിടയായിത്തീരും. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുവാൻ. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നല്ലോ, നിങ്ങൾ എന്നിലും. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവനിൽ വസിക്കണമെന്നുള്ളതാണ്. നാം അവനിൽ വസിക്കുമ്പോൾ നമ്മുടെ തീരുമാനം എന്താണ്? ഞാൻ അവൻ്റെ വചനത്തെ പ്രമാണിക്കും, അവൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഒരു പാരമ്പര്യം പറയുന്നത് പോലെ ചെയ്യണമെന്നല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം എന്താണോ പറയുന്നത് അതേപോലെ നാം അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കാനിടയായിത്തീരും. ഞാൻ ഈ ഒരു വാക്യത്തെ കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ്. അതായത് ദൈവവചനം നമ്മുടെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കടന്നു വരണം. കുറച്ച് നാൾ മുമ്പ് ഞാൻ എൻ്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബൈക്ക് മറ്റൊരു ജംഗ്ഷനിൽ നിന്നും 3 പേര് യാത്ര ചെയ്യുന്ന, അതും ചെറുപ്പക്കാരായ ആളുകൾ, അവർ അല്പം മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവർ ഓടി വന്ന് എൻ്റെ കാറിൻ്റെ മധ്യഭാഗത്ത് ഇടിക്കാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? അപ്പോൾ അവർ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പറഞ്ഞു, കൊള്ളാം, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്നെ ഇടിച്ചിട്ട് ചീത്തയും വിളിക്കുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് അവർ പറയുകയാണ്, താങ്കൾക്ക് എന്തേ ഞങ്ങളെ ചീത്ത വിളിക്കാൻ കഴിയാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ ചീത്ത വിളിക്കത്തില്ല. എന്നിട്ട് ഈ ചെറുപ്പക്കാർ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, കാരണം അവർ തീരെ ചെറുപ്പക്കാരാണ്, പിന്നെ അവർ മദ്യപിച്ചതുകൊണ്ട് എനിക്ക് അവരോട് അധികമായി ഇടപെടുവാനും സാധിക്കുന്നില്ല. അവരവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കാഞ്ഞത്? എനിക്ക് ചീത്ത വിളിക്കാൻ പാടില്ലായിരുന്നോ? പക്ഷേ അതിൻ്റെ മഹത്വം മുഴുവൻ ദൈവത്തിനാണ്. കാരണം ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ദൈവവചനം എന്നോട് പറയുന്നു, നീ ചീത്ത വിളിക്കരുത്, അല്ലെങ്കിൽ ഈ ചീത്ത എൻ്റെ നാവിലേക്ക് വരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തടുക്കുക. കാരണം അവൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, നിങ്ങളെ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കർണത്തടിക്കുമ്പോൾ നമ്മൾ ആ അടിക്കുന്ന ആളുടെ കർണത്തെ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നമ്മെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമേറിയ സംയമനവും അതേപോലെ തന്നെ സൗമ്യതയും തരുവാനിടയായി തീരുന്നു. മോശയെക്കുറിച്ച് നമുക്കറിയാം. ഇന്നലെ നമ്മൾ മോശയെക്കുറിച്ച് പറയുകയുണ്ടായി. മോശ ഒരിക്കലും സൗമ്യനായ ഒരു വ്യക്തി ആയിരുന്നില്ല. മോശയുടെ പ്രവൃത്തികളൊന്നും സൗമ്യതയുടെ പ്രവൃത്തിയുമായിരുന്നില്ല. പക്ഷേ ദൈവത്തിൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവവചനം അവൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ
ദൈവം തന്നെ പറയുകയാണ്, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, എൻ്റെ ദാസനായ മോശയെപ്പോലെ സൗമ്യനായ ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല. അത് ദൈവവചനം വരുത്തുന്നതായ രൂപാന്തരമാണ്. നമ്മൾ ഈ വാക്യത്തിൻ്റെ 2ാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന് ഉറപ്പുണ്ട്, നാം അവനിൽ വസിച്ചാൽ, അവൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളാൽ നമ്മൾ വശീകരിക്കപ്പെടത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമെന്ന് യേശുവിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. വ്യവസ്ഥ പ്രകാരം നാം ആയിത്തീർന്നാൽ വ്യവസ്ഥ പ്രകാരം തന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പല ആളുകളും തങ്ങളുടെ പ്രാർത്ഥനയിൽ സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ബൈബിൾ തന്നെ പറയുന്നൊരു കാര്യമാണല്ലോ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, നാം നമ്മുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. കാരണം ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഭോഗങ്ങൾ, നമ്മുടെ മോഹങ്ങൾ എല്ലാം തന്നെ ആത്യന്തികമായി പാപത്തിലേക്ക് നീങ്ങുവാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അനേകരും പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ മോഹങ്ങളിൽ ചെലവിടേണ്ടതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു വാഹനം നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾ ആർഭാട വാഹനത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു വീടുണ്ട്, പക്ഷേ നിങ്ങൾ കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള വീടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം തന്നെ മോഹങ്ങളിലുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ വസിക്കുകയും അവൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്താൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കുകയില്ല. മറിച്ച് ആവശ്യമുള്ളതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവം അറിയുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ആവശ്യങ്ങൾ ദൈവം നമുക്ക് നൽകിത്തരും എന്നുള്ളതാണ് ഈ 7-ാം അധ്യായം 2-ാം ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്തോ ആഗ്രഹിച്ചാലും നമുക്ക് ലഭിക്കുമെന്നുള്ള ആശയത്തിലല്ല ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യം നമ്മൾ നേരത്തെ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഞാനൊന്നുകൂടെ ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുകയാണ്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. നാം അവനിൽ വസിച്ചാൽ തീർച്ചയായിട്ടും നാം അവനെ സ്നേഹിച്ചാൽ നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അത് സ്വാഭാവികപരമായ കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഓടി വന്ന് പപ്പ മമ്മി ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മളന്നേരം പറയും സ്നേഹമൊക്കെ കൊള്ളാം, പക്ഷേ ഞാൻ പറയുന്നത് അനുസരിക്കും കൂടെ ചെയ്യണം എന്ന് പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കും. അവിടെ അവന് എക്സ്ക്യൂസസ് ഒന്നും പറയത്തില്ല. അവൻ്റെ മതമോ ജാതിയോ സമുദായമോ അതേപോലെ അവൻ്റെ അവസ്ഥകളോ സാഹചര്യങ്ങളോ ഒന്നും ഒരു എക്സ്ക്യൂസായിട്ട് അവൻ പറയത്തില്ല. ദൈവത്തെ യഥാർത്ഥമായിട്ടും അവൻ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അവനെ പ്രമാണിക്കും. എന്നിട്ട് യേശു പറയുന്നു, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ എന്താണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ട്രിനിറ്റി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ദർ ഷാൽ ബി എ ഫെലോഷിപ്പ്, അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകും. പക്ഷേ 24-ാം വാക്യം പറയുന്നു, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഇരിക്കും. അങ്ങനെയുള്ളവർ സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് പ്രാർത്ഥിക്കുകയില്ല. ദൈവവും നാമും തമ്മിൽ എഗ്രി ചെയ്യുന്ന പ്രാർത്ഥനകളെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇറ്റ് ഷാൽ ബി ഗ്രാൻറ്റഡ്, അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങയെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ അങ്ങയോടുള്ള ആ റിലേഷൻഷിപ്പിൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങയോട് ഒത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, സ്വന്തം ജഡത്തിൻ്റെ മോഹങ്ങളിലല്ല ദൈവഹിതത്തിൽ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഇവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.